എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ റാം മനോഹർ. ഞാൻ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി HOD ആണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂറോളജിയിലെ ഒരു വളരെ സാധാരണമായി കാണുന്ന പാർക്കിൻസൺസ് ഡിസീസ് എന്ന രോഗത്തെ പറ്റിയാണ്. പാർക്കിൻസൺസ് ഡിസീസ് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇന്നും പബ്ലിക്കിന് അതെങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടാണ്. വളരെ സാധാരണമായിട്ട് കാണുന്നത് വിറയലാണ്. ആ വിറയൽ വളരെ സ്ലോ ആയിട്ടുള്ളൊരു വിറയലാണ്. അത് ഒരു സൈഡിലാണ് തുടങ്ങുക, എന്നിട്ട് പതുക്കെ അത് മറ്റേ സൈഡിലേക്കും ബാധിക്കാം. വേറൊരു സിംറ്റം എന്ന് പറയുന്നത് പെയിനാണ്. ബിക്കോസ് നമ്മുടെ ശരീരത്തിലുള്ള മസിലിനെ അല്ലെങ്കിൽ പേശികൾക്ക് ടൈറ്റാകും. ആ സമയത്ത് എല്ലാ ഭാഗത്തും വേദനയുണ്ടാകും. കാലിൻ്റെ വേദന, ഊരവേദന, കയ്യിൻ്റെ വേദന, കഴുത്തിൻ്റെ വേദന, ഇങ്ങനെ പല ഭാഗത്തായിട്ടുള്ള വേദനയായിട്ടും ഈ അസുഖം തുടങ്ങാം. അത് കണ്ടുപിടിക്കാൻ ആദ്യത്തെ സ്റ്റേജുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അത് നടക്കുമ്പം സ്പീഡ് പെട്ടെന്ന് കൂടി പോവുക, മുമ്പോട്ട് തള്ളി വീഴാൻ പോവുക, അല്ലെങ്കിൽ ബാലൻസ് കിട്ടാതെ വരിക. ഇതും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. അതിൽ വേറൊരു പ്രസൻറ്റേഷൻ ആളുടെ സ്പീഡ് കുറയുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൂടുതൽ സമയമെടുത്ത് വളരെ പതുക്കെ ആയിരിക്കും ഇവർ ചെയ്യുക. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. വളരെ അപൂർവം ചിലരിൽ, അതായത് ഒരു വകഭേദം ഉണ്ട് പാർക്കിൻസൺസ് ഡിസീസിന്, പാർക്കിൻസോണിസം പ്ലസ് എന്ന് പറയും. അതിൽ ഇത് കൂടാതെ തന്നെ മറ്റ് പല സിംറ്റംസും കാണാം. ഒന്ന്, കണ്ണിൻ്റെ കാഴ്ചയുടെ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് എല്ലാ ഭാഗത്തേക്കും കണ്ണ് തിരിക്കാനും കണ്ണ് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കാഴ്ചയെ അത് ബാധിക്കാം. പിന്നെ ഉള്ളത് വീഴ്ചയാണ്. ചിലർ നടക്കുമ്പം പുറകോട്ട് പെട്ടെന്ന് വീണു പോവുക. അതൊരു സിംറ്റമാണ്. വേറൊന്ന്, നടക്കുമ്പം പെട്ടെന്ന് നിന്ന് പോവുക, ഫ്രീസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഒട്ടും മുമ്പോട്ട് അനങ്ങാൻ പറ്റാതെ അവിടെ നിന്നിങ്ങനെ കുറച്ച് നേരം അങ്ങ് നിൽക്കും, എന്നിട്ടേ അവർക്ക് നടക്കാൻ തുടങ്ങുകയുള്ളൂ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇത് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒരു മുന്നോടിയാണ്, തുടക്കമാണ് എന്ന് പൊതുജനം മനസ്സിലാക്കിയാൽ, നമുക്കിത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇത് മരുന്ന് കൊണ്ട് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാന കാരണം തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമീൻ എന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ കുറവാണ്. ഇപ്പം ആധുനികമായിട്ട് ഇതിന് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ സർജിക്കൽ മെത്തേഡും ഉപയോഗിക്കാറുണ്ട്. ഇത് ചികിത്സിച്ചാൽ ഒരുപാട് നാൾ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാവുന്ന ഒരു അസുഖമായതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമാണ്.